നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അനുകമ്പാശാലിയെക്കുറിച്ച് ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ അനുകമ്പ ദശകം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന വരികൾ തികച്ചും അന്വർത്ഥമായി ശ്രീ നാരായണ ഗുരുദേവന്റെ കാര്യത്തിൽ തന്നെ ഭവിച്ചു എന്നുള്ളതാണ് സത്യം. ദൈവികമായ ഒരുപാട് അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഒരു ദൈവ അവതാരത്തിന് മാത്രം സാധിക്കുന്ന ഒരുപാട് മഹാ അത്ഭുതങ്ങൾ ശ്രീ നാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒട്ടനേകം കഥകൾ നമുക്ക് സുപരിചിതവുമാണ്. അതിൽ ഇന്നും കണ്ട് ബോധ്യപ്പെടുവാൻ സാധിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് വാടാനപ്പള്ളി വയക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിയക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് വാടാനപ്പള്ളി എന്നറിയപ്പെടുന്നത്. വാടാനപ്പള്ളിയിലെ പ്രശസ്തരായ ഒരു ജന്മി കുടുംബമായിരുന്നു വയക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനം. കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന് നാട്ടികയിൽ താമസമാക്കിയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സേവനം ചെയ്തിരുന്ന ഒരു കുടുംബമായിരുന്നു വയക്കാട്ടിൽ കുടുംബക്കാർ. വളരെ മികച്ച രീതിയിൽ നൂറുകണക്കിന് ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുള്ള ഒരു ഭവനമായിരുന്നു വയക്കാട്ടിൽ ഭവനം. ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് കായലുമാണ് അതിര് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദ്വീപിന് സമാനമായ സ്ഥലത്താണ് വാടാനപ്പള്ളി വയക്കാട്ടിൽ തറവാട് സ്ഥിതി ചെയ്യുന്നത്. കടൽ ഒരു കാലത്ത് കരയിലേക്ക് വന്ന് തീരം ഇടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ അവിടെ സംജാതമായി. ആദ്യകാലത്ത് ഇവർ വിചാരിച്ചു ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്, കുഴിപ്പൻ തിര എന്നറിയപ്പെടുന്ന ഇത് 1-2 ആഴ്ചകൾക്കുള്ളിൽ സമാധാനമായിക്കൊള്ളും എന്ന് വിചാരിച്ചു. പക്ഷേ തീരം ക്രമേണ ഇടിഞ്ഞിടിഞ്ഞ് വാടാനപ്പള്ളി തറവാടിൻ്റെ വീട്ടുമുറ്റത്തിന് താഴെ എത്തി ഉഗ്ര താണ്ഡവം പൂണ്ട കടലിൻ്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ശങ്കരന് മനസ്സിലായി ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ താമസിക്കാതെ തൻ്റെ വീട് തന്നെ കടലെടുത്തു പോകും എന്നൊരവസ്ഥ ശങ്കരന് തിരിച്ചറിഞ്ഞു. എന്തു ചെയ്യാൻ സാധിക്കും? കടലിനോട് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ കടലിനെ എതിർക്കാൻ അല്ലെ കടലിനെ തടയാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആ നിരാശയോടെ ശങ്കരൻ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞറിയുന്നു, തൃശ്ശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ നാരായണ ഗുരുദേവൻ വന്നിട്ടുണ്ട്, ഗുരുവിനെ പോയി ഒന്ന് കാണുവാൻ പറഞ്ഞു. തൻ്റെ വീടും പറമ്പും കടലെടുക്കുന്നതിന് പോംവഴിയായിട്ട് ഏക മാർഗം എന്നുള്ള നിലയിൽ വാടാനപ്പള്ളി ശങ്കരൻ നേരെ കൂർക്കഞ്ചേരി ആശ്രമത്തിൽ വിശ്രമിക്കുന്ന ശ്രീ നാരായണ ഗുരുദേവനെ കാണുകയും തൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗുരു ശങ്കരനോട് ചോദിച്ച ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്. ശങ്കര, കടലിനോട് നാം പറഞ്ഞാൽ അനുസരിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം. ഇത് കേട്ട ശങ്കരൻ മറുപടി പറഞ്ഞത്, നമുക്ക് പരിപൂർണ വിശ്വാസമാണ് സ്വാമി, അവിടുന്ന് കൽപ്പിക്കുമെങ്കിൽ കടൽ അനുസരിക്കുമെന്ന്. അങ്ങനെ അന്നേ ദിവസം ശ്രീ നാരായണ ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയെ ശങ്കരൻ്റെ കൂടെ പറഞ്ഞയക്കുകയും ബോധാനന്ദനോട് ഗുരു കൽപ്പിച്ച രീതിയിൽ കടൽപ്പുറത്ത് പോയി തിരമാലകളുടെ ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഒരു കടൽ ഭിത്തി പോലെ ബോധാനന്ദ സ്വാമി അവിടെ കിടന്ന നിമിഷം നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ തിരമാലകൾ പതിയെ ശാന്തമായി പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞ് ഗുരുദേവൻ ആ സ്ഥലത്ത് ചെല്ലുകയും ബോധാനന്ദ സ്വാമിയെ എഴുന്നേൽപ്പിക്കുകയും കടലിൻ്റെ നേരെ കൈകൾ ഉയർത്തി ഇവിടെ നിന്ന് എടുത്തതത്രയും തിരികെ നൽകിയിട്ട് വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകൂ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ആ കാഴ്ച കാണുവാൻ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ പിന്നീട് കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമായിരുന്നു. കടൽ പതിയെ പുറകോട്ട് മാറിയെന്ന് മാത്രമല്ല, പിന്നീട് കരയിലേക്ക് വന്ന ഓരോ തിരമാലയിലും മണ്ണ് കരഭാഗത്തേക്ക് വന്ന് നിക്ഷേപിക്കപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ ഒരു മല പോലെ മണ്ണ് വാടാനപ്പള്ളി തറവാടിൻ്റെ മുമ്പിൽ വന്ന് അടിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ മണ്ണെടുത്ത് വള്ളങ്ങളിൽ കൊണ്ടുപോയി നികത്തി തനിക്ക് നഷ്ടമായ ഭൂമി മുഴുവൻ വാടാനപ്പള്ളി വയക്കാട്ടിൽ ശങ്കരൻ തിരികെ പിടിക്കാനുണ്ടായത്. ഇതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം എന്നുള്ള നിലയിൽ അന്ന് ശങ്കരൻ ഗുരുവിനോട് ചോദിച്ചു, സ്വാമി, എൻ്റെ ഈ നഷ്ടം മുഴുവൻ അവിടുന്ന് പരിഹരിച്ചു. അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹത്താൽ എനിക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടി. ഞാൻ എന്താണ് അങ്ങയ്ക്ക് ദക്ഷിണയായിട്ട് തരേണ്ടത്? ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞു, ശങ്കരൻ നമുക്ക് വേണ്ടി ദക്ഷിണയൊന്നും തരേണ്ടതില്ല. അഥവാ എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികളെ തികച്ചും സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതും ഗുരുദേവൻ എടുത്തു പറഞ്ഞു, സൗജന്യമായിട്ട് ഉച്ചഭക്ഷണവും സൗജന്യമായിട്ട് യൂണിഫോമും കൊടുത്ത് പഠിപ്പിക്കുവാൻ ഒരു സ്കൂൾ ആരംഭിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വയക്കാട്ടിൽ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാലയമാണ് ഇന്നും സ്ഥിതി ചെയ്യുന്ന തിരുനാരായണ സ്കൂൾ എന്ന് അറിയപ്പെടുന്ന വിദ്യാലയം. നൂറുകണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുകയും ഈ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സേവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. ഇതിനേക്കാൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നമുക്കറിയാം. കഴിഞ്ഞ സുനാമി ഉണ്ടായ സമയത്ത്
ഈ ലോകം മുഴുവൻ സുനാമി തിരമാലകളിൽ മൂടിയ ഒരവസരമുണ്ടായിട്ടുണ്ട്. അന്ന് എല്ലാവരും വയക്കാട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളോട്, ഇന്ന് അവിടെ താമസിക്കുന്ന അംഗങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്ന് അതിവേഗം മാറി താമസിക്കണം. കാരണം സുനാമി തീരമെടുത്തുകൊണ്ട് ആയിരങ്ങളെ നഷ്ടമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അന്ന് ആ കുടുംബാംഗങ്ങൾ പറഞ്ഞത്, ഇത് ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞയച്ച കടലാണ്. അത് കയറി വരികയാണെങ്കിൽ അത് ഗുരുവിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ ഞങ്ങളതിൽ പെട്ടുപോയിക്കൊള്ളട്ടെ എന്ന ധൈര്യത്തോടെ ആ വീട്ടിൽ ഭഗവാൻ അന്ന് വന്നപ്പോൾ വിശ്രമിച്ച ആ മുറിയിൽ ഒരു അന്തിത്തിരി കൊളുത്തുവാൻ വേണ്ടി അവരവിടെ തന്നെ ഇരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് വാടാനപ്പള്ളി വയക്കാട്ടിൽ കുടുംബത്തിൻ്റെ അവശിഷ്ടങ്ങൾ തേടിച്ചെന്ന് നാട്ടുകാർ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത്, വയക്കാട്ടിൽ പറമ്പിൻ്റെ ഒരതിരിൻ്റെ അങ്ങേ ഭാഗത്തുകൂടി കടലകത്തേക്ക് കയറിപ്പോയി, ഇങ്ങേ ഭാഗത്തുകൂടിയും കടലകത്തേക്ക് കയറിപ്പോയി. വാടാനപ്പള്ളി വയക്കാട്ടിൽ പറമ്പിലേക്ക് ഒരു തിരമാല പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഇന്നും കണ്ടു ബോധ്യപ്പെടാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ നാരായണ ഗുരുദേവൻ്റെ ദൈവീകതയെ മനസ്സിലാക്കാൻ, ശ്രീ നാരായണ ഗുരുദേവൻ്റെ ദൈവീകമായ അത്ഭുത പ്രവൃത്തികളെ മനസ്സിലാക്കാൻ, പുരുഷാകൃതി പൂണ്ട ദൈവം തന്നെയായിരുന്നു ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവനെന്ന് തിരിച്ചറിയാൻ വാടാനപ്പള്ളിയിലെത്തുന്ന ഏതൊരാൾക്കും ഇന്നും സാധിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഞാൻ വയക്കാട്ടിൽ ശങ്കരൻ്റെ 4ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. എൻ്റെ പേര് ബാലഗോപാലെന്ന്. ഞാനാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. ഈ ദ്വീപിലെ ആദ്യത്തെ ഭവനമാണിത്. വയക്കാട്ടിൽ ശങ്കരൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. അതിനുശേഷം ശങ്കരന് ശേഷം ഭോജരാജൻ, കരുണാകരൻ, ഇപ്പോൾ ഞാൻ, ബാലഗോപാലൻ, എൻ്റെ മകനടക്കമുള്ള 5ാമത്തെ തലമുറ ഇപ്പോൾ ഇവിടെ താമസിച്ച് വരികയാണ്. അപ്പോൾ ഈ വീട് ഉള്ള പ്രത്യേകത, ഗുരുദേവൻ 2 പ്രാവശ്യം ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. ആദ്യം കടലിനെ ശാന്തമാക്കാൻ വന്ന സമയത്തും പിന്നീട് ഈ ദ്വീപിലുള്ള തെങ്ങുകൾക്കൊക്കെ പുഴുവിൻ്റെ രോഗം ബാധിച്ച് നശിക്കുന്ന ഘട്ടത്തിൽ ആ പുഴുക്കളിൽ നിന്ന് തെങ്ങുകളെ രക്ഷിക്കാൻ 2ാമത് വരുമ്പോഴും ഈ ഭവനത്തിൽ തന്നെയാണ് ഗുരു താമസിച്ചിരുന്നത്. ഇത്രയും വർഷമായിട്ടും 300 വർഷത്തോളമായിട്ടും ഈ ഭവനത്തിന് യാതൊരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതിലിടയ്ക്ക് ഉണ്ടായ കൊടുങ്കാറ്റിനും അതിജീവിച്ചു. യാതൊരു കേടും സംഭവിക്കാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ആ കൊടുങ്കാറ്റിന് ഈ വീട് നിലനിന്നിരുന്നു. ഇപ്പോഴും ഗുരുചൈതന്യം ഇവിടെ നിലനിൽക്കുകയാണ്. കാരണം ഈ അടുത്ത കാലഘട്ടത്തിൽ സുനാമി ഉണ്ടായപ്പോഴും കടൽ ക്ഷോഭിച്ച അവസരത്തിൽ പോലും മറ്റു പലയിടത്തും കടലിൽ നിന്ന് വെള്ളം കയറിയെങ്കിലും ഈ ദ്വീപിലൊരനക്കവും ഉണ്ടായില്ല. ഗുരു പറഞ്ഞ ഇവിടെ കടൽ ശാന്തമാകുമെന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും അന്വർത്ഥമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ വൃക്ഷത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗുരുദേവൻ ഇവിടെ കടലിനെ ശാന്തമാക്കാൻ വന്ന സമയത്ത് നേരെ പടിഞ്ഞാട്ട് പോകുമ്പോൾ ഈ വൃക്ഷത്തിനെ തൊട്ട് പറഞ്ഞു, ഇവനൊരു തണലാവുമെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 99-ലെ വെള്ളപ്പൊക്കത്തിന് ഈ ദ്വീപിലുള്ള എല്ലാ വീടുകളും നശിച്ചു. അപ്പോൾ ഈ ദ്വീപിലുള്ള എല്ലാ നിവാസികളും ഈ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ ഭവനത്തിൽ ആ വലിയ കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ വൃക്ഷം ഒരു വൻ വൃക്ഷമായി കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഗുരു വന്നു പോയതിന് ശേഷം അത് ഈ വീടിനെ ശരിക്കും സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഗുരു പറഞ്ഞ ആ തണൽ എന്ന് പറയുന്നത് ഇതായിരുന്നു എന്ന് പിന്നീട് ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അതിലും മുന്നത് അറിയില്ലായിരുന്നു. ഗുരു പറഞ്ഞ തണലാവും എന്ന് പറഞ്ഞത് സാധാരണ വെയിലത്ത് തണലാവും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഗുരു പറഞ്ഞ അർത്ഥം മനസ്സിലാക്കുന്നത് പിന്നീട് ഈ 99-ലെ വെള്ളപ്പൊക്കത്തിൽ ഈ വീടിനെ സംരക്ഷിച്ചപ്പോഴായിരുന്നു. ഇപ്പോഴും ഈ വൃക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇതിന് ആ ഗുരു പറഞ്ഞ വാക്കുകൾ തൊട്ട സ്ഥലത്ത് അതിപ്പോഴും കാണാം, ഒരുപാട് അവിടെ ഉയർന്നു നിൽക്കുന്നതായിട്ട്. ഇതാ, അതേപോലെ ഈ വൃക്ഷത്തിൻ്റെ മേൽഭാഗം നോക്കിയാൽ കാണാം 2 കവരങ്ങൾ, കൊമ്പുകൾ സ്വയം യോജിച്ചിട്ടുള്ളതായിട്ടും കാണാം. ഇന്നും ഈ വൃക്ഷം ഗുരു പറഞ്ഞ ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗുരുദേവായ നമഃ.